അതായത് സമസ്ത പ്രപഞ്ചവും പരമാത്മാവിന്റെ രൂപമാണെന്നും ഓരോ ജീവിയും പരമാത്മാവിന്റെ തന്നെ അംശമാണെന്നും അതായത് അന്യരായിട്ട് ആരും തന്നെ ഇല്ലെന്നും ഏവരും സ്വന്തമാണെന്നും ഈ സമസ്ത പ്രപഞ്ചവും നമ്മുടേത് തന്നെയാണെന്നും നമ്മുടെ സ്വന്തം കുടുംബമാണെന്നും അറിയുമ്പോൾ പിന്നീട് ക്രോധത്തിന് യാതൊരു കാരണവും അവശേഷിക്കുകയില്ല. സമസ്ത സംഘർഷങ്ങളും സമസ്ത ശത്രുതയും സമസ്ത പ്രതികാരങ്ങളും നശിക്കുന്നതായിരിക്കും. അന്തരംഗത്തിൽ പരമാത്മാവും സമസ്ത പ്രപഞ്ചത്തിലും ഏകാത്മതയും ഇതുതന്നെയാണ് ധർമ്മത്തിന്റെ മൂല സിദ്ധാന്തമെന്നറിയും. മഹാഭാരതത്തിന്റെ ഈ യാത്ര ക്രോധത്തിൽ നിന്നും അവബോധത്തിലേക്കുള്ള യാത്രയാണ്. നാനാത്വത്തിൽ നിന്നും ഏകത്വത്തിലേക്കുള്ള യാത്രയാണ്. ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരാശികൾ എത്ര കാലമാണോ ഈ മഹാഭാരത കഥയെ അവരവരുടെ സ്മരണയിൽ സൂക്ഷിക്കുന്നത്, അത്രയും കാലം ഇത്തരം വിനാശങ്ങൾ പുനരാവർത്തനം ചെയ്യുകയില്ല. ഒരു വിധത്തിലുള്ള ശക്തിക്കും ഈ മഹത്വത്തെ വസ്ത്രാക്ഷേപം ചെയ്യുവാൻ സാധിക്കുകയില്ല.